ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് 27-ന് തിയേറ്ററിലെത്തി ഒട്ടനവധി റെക്കോർഡുകൾ നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമയാണ് എമ്പുരാൻ. ഇന്നലെ ചൊവ്വാഴ്ചയോടെ ചിത്രം 13 ദിവസം പൂർത്തിയാക്കി 14-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയിലേക്കാണ് കടക്കുന്നത്. ചിത്രം ഞായറാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി കണക്ട് ചെയ്തത് 79 കോടി 20 ലക്ഷം രൂപയായിരുന്നു. 12-ാം ദിവസമായ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 30 ലക്ഷം രൂപയുമാണ്. ആദ്യ 12 ദിവസം കൊണ്ട് ഈ സിനിമ 80 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 13 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത് 81 കോടി 60 ലക്ഷത്തോളം രൂപയാണ്. അതേസമയം മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഷെയറാണ് എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 13 ദിവസം കൊണ്ട് 36 കോടിയോളം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 13 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 256-257 കോടി റേഞ്ചിലുമാണ്. സൽമാൻ ഖാൻ നായകനായി AR മുരുകദോസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 30-ന് ഈദ് റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സിക്കന്ദർ. സത്യരാജ്, രശ്മിക മന്ദാന, കാജൽ അഗർവാൾ, ശർമൻ ജോഷി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ 9 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 201 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ 9 ദിവസം കൊണ്ട് ഈ സിനിമ 170 കോടിയോളം രൂപ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. മമ്മൂട്ടി നായകനായി ടിനോ ടെന്നിസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് വിഷു റിലീസായി ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ബസൂക്ക. കേരളത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമയ്ക്ക് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ കേരളത്തിൽ 75 ലക്ഷത്തോളം രൂപ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 1 കോടി 30 ലക്ഷത്തിന് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ ബസൂക്ക 100K അതായത് 1 ലക്ഷത്തിന് മുകളിൽ ഇൻട്രസ്റ്റ് നേടിയെടുത്തിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ സിനിമയുടെ ഡ്യൂറേഷൻ സംബന്ധമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ 1 മണിക്കൂർ 14 മിനിറ്റ് 37 സെക്കൻഡാണ് ഈ സിനിമയുടെ ആദ്യ പകുതി. ചിത്രത്തിന്റെ രണ്ടാമത്തെ പകുതിയുടെ ദൈർഘ്യം 1 മണിക്കൂർ 19 മിനിറ്റ് 50 സെക്കൻഡാണ്. അതായത് 2 മണിക്കൂർ 34 മിനിറ്റ് 27 സെക്കൻഡാണ് ഈ സിനിമയുടെ ടോട്ടൽ ദൈർഘ്യം. അജിത് കുമാർ നായകനായി അദിക് രവിചന്ദ്രൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വ്യാഴാഴ്ച വിഷു റിലീസായി തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3187 ഷോകളിലായി 13 കോടി 41 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കർണാടക പ്രീസെയിൽ കളക്ഷൻ 1 കോടി മറികടന്നിരിക്കുകയാണ്. അതേസമയം കേരളത്തിൽ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമയ്ക്ക് പ്രീസെയിൽ കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് 16 ലക്ഷം രൂപയാണ്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ദാവീദ്. വിജയരാഘവൻ, ലിജോ മോൾ ജോസ്, സൈജു കുറുപ്പ്, കിച്ചു ടില്ലസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയമായി മാറാൻ കഴിഞ്ഞിരുന്നില്ല. കേരള ബോക്സ് ഓഫീസിൽ 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞിരുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 15 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമയുടെ OTT റിലീസിംഗ് സംബന്ധമായ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 11 വെള്ളിയാഴ്ച C5 OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ദാവീദിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ബേസിൽ ജോസഫ് നായകനായി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന മരണമാസ് എന്ന സിനിമ ഏപ്രിൽ 10-ന് വിഷു റിലീസായാണ് തിയേറ്ററിലെത്തുന്നത്. ടോവിനോ തോമസ് നിർമ്മിക്കുന്ന ഈ സിനിമയിൽ രാജേഷ് മാധവൻ, സുരേഷ് കൃഷ്ണ, സിജു സണ്ണി, ബാബു ആന്റണി, അനീഷ്മ അനിൽകുമാർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിലൂടെ കളക്ട് ചെയ്തിരിക്കുന്നത് 20 ലക്ഷത്തോളം രൂപയാണ്. ചിത്രത്തിന്റെ ഡ്യൂറേഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യ പകുതിക്ക് 1 മണിക്കൂർ 18 മിനിറ്റ് 2 സെക്കൻഡാണ്. രണ്ടാം പകുതിക്ക് 1 മണിക്കൂർ 2 മിനിറ്റ് 3 സെക്കൻഡും. അങ്ങനെ 2 മണിക്കൂർ 20 മിനിറ്റ് 5 സെക്കൻഡാണ് ഈ സിനിമയുടെ ടോട്ടൽ ദൈർഘ്യം. ഖാലിദ് റഹ്മാൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് വിഷു റിലീസായി ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നസ്ലേൻ, ലുക്മാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 40 ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡ്യൂറേഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 59 മിനിറ്റ് 27 സെക്കൻഡാണ് ആദ്യ പകുതി. രണ്ടാം പകുതി 1 മണിക്കൂർ 21 മിനിറ്റ് 25 സെക്കൻഡ്. അങ്ങനെ 2 മണിക്കൂർ 20 മിനിറ്റ് 52 സെക്കൻഡാണ് ഈ സിനിമയുടെ ടോട്ടൽ ദൈർഘ്യം. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.